അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും വളരെ സജ്ജരായിട്ട് നിൽക്കുകയാണ്. എൻ്റെ നിരീക്ഷണത്തിലാണ്. പാകിസ്ഥാൻ സൈന്യം അറിയാതെ പാകിസ്ഥാൻ അതിർത്തി, പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ വന്ന ആൾക്കാർ സൈന്യവേഷത്തിലാണ് വന്നത്. അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നതരുടെ അറിവോടുകൂടി അവരുടെ സമ്മതത്തോടുകൂടിയാണ് ഇന്നലത്തെ ഭീകരാക്രമണം നടന്നാണ് എനിക്ക് ഉറപ്പാണ്. ഞാൻ പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ധാരാളം അനുഭവമുണ്ട്. ഈ പാകിസ്ഥാന്റെ ഈ അതിർത്തിയിലുള്ള പാകിസ്ഥാൻ സൈന്യങ്ങൾ അതിർത്തിയിൽ അനുസരിച്ച പ്രദേശത്ത് ഡസൺ കണക്കിന് ഈ ടെറർ ഔട്ട്ഫിറ്റുകളുണ്ട്. കാരണം അവർ കാണുന്നത് ആ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റുകൾക്ക് പാകിസ്ഥാൻ സൈന്യം വലിയൊരു പ്രൊട്ടക്ഷനാണ്. അപ്പം അവരുടെ അറിവില്ലാതെ അവർക്കൊരിക്കലും പാകിസ്ഥാൻ സൈന്യത്തെ മറികടന്ന് ഇന്ത്യൻ അതിർത്തിയിൽ കയറാൻ സാധ്യമല്ല. അവർ തീർച്ചയായും ഇത് പാകിസ്ഥാൻ പ്രത്യേക സൈനിക വേഷത്തിൽ വരുന്നെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നതന്മാരുടെ അറിവോടുകൂടി അവരുടെ സമ്മതത്തോടുകൂടിയാണ് ഇന്നലത്തെ ഭീകരാക്രമണം എന്ന് തീർച്ചയാണ്. അവർക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയുന്നില്ല. ഒന്ന്, കഴിഞ്ഞ 2-3 വർഷങ്ങളായി കാശ്മീരിലെ സ്ഥിതി ക്രമേണ സാധാരണഗതിയിലേക്ക് വരികയാണ്. മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം കാശ്മീർ സമ്പദ്ഘടന പുഷ്ടിപ്പെടുകയാണ്. സാധാരണ ജനങ്ങൾക്ക് ഗവൺമെന്റിനോട് പല പരാതികളുണ്ടെങ്കിലും അവരുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുമ്പോൾ അവർ ഹാപ്പിയാണ്. ടൂറിസ്റ്റുകളാണ് അവിടെ ഏറ്റവും വലിയ വരുമാന മാർഗം. കഴിഞ്ഞ 1-2 വർഷമായിട്ട് വിദേശ ടൂറിസ്റ്റുകളുടെ പ്രവാഹവും കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ ശ്രീനഗർ അല്ലെങ്കിൽ പൽഗാം അതുപോലത്തെ പ്രദേശങ്ങളിലേക്കാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്നത്. ഈ കാശ്മീർ വാലിയുടെ ഉൾപ്രദേശത്തുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, അവിടെയുള്ള പുഴകളിലേക്ക്, അവിടെയുള്ള തോടുകൾ, അവിടെ എല്ലാം ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ്. ടൂറിസ്റ്റുകളുടെ ഈ പ്രവാഹം കണ്ടപ്പോൾ, പ്രത്യേകിച്ച് വിദേശ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നാൽ നമ്മുടെ കാശ്മീരിന്റെ സമ്പദ്ഘടന വളരെ മെച്ചപ്പെടും. സമ്പദ്ഘടന വളരെ മെച്ചപ്പെട്ട് അവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തിക നിലയും ജീവിത സൗകര്യം വർദ്ധിച്ചാൽ ഗവൺമെന്റിന്റെ എന്തെല്ലാം പ്രതിഷേധം ഉണ്ടെങ്കിലും കാശ്മീർ കൂടുതൽ ശാന്തമാകും. അത് പാകിസ്ഥാന് സഹിക്കാവുന്നൊരു കാര്യമല്ല. കാശ്മീരിലെ സ്ഥിതി ശാന്തമായെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സഹിക്കാൻ സാധ്യമല്ല. പിന്നൊരു കാര്യം, ഈ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ്. പാകിസ്ഥാന്റെ പൊതുകാലത്ത് ഏറ്റവും കൂടുതൽ സഹായമുണ്ടായ സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ഇപ്പോൾ ഇന്ത്യയോട് കൂടുതൽ അടുക്കുകയാണ്. ഈ സൗദി അറേബ്യയും ഖത്തറും ഒക്കെ ഇന്ത്യയോട് അടുക്കുന്നത് പാകിസ്ഥാന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. പാകിസ്ഥാന് ഒരു മെസ്സേജ് കൊടുക്കണം സൗദിക്കും മറ്റ് ഇന്ത്യയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഖത്തർ, ഒമാൻ, UAE തുടങ്ങിയ രാഷ്ട്രങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കണം. കാശ്മീർ ശാന്തമായിട്ടില്ല, കാശ്മീരിൽ ഇപ്പോഴും കുഴപ്പമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് ഇന്ത്യയോട് അടുക്കരുത് എന്ന് മെസ്സേജ് കൊടുക്കണമെന്ന് പോയിരുന്നു. അതെല്ലാം കൊണ്ട് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം ഞാൻ പറയുന്നില്ല. അവിടെ രാഷ്ട്രീയ നേതൃത്വം ഒരു പപ്പറ്റാണ് എല്ലാ കാലത്തും. പാകിസ്ഥാൻ എല്ലാ കാലത്തും ഭരിക്കുന്നത് പാകിസ്ഥാൻ മിലിറ്ററിയാണ്. മിലിറ്ററിക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഭരണകൂടം വന്നാൽ ആ ഭരണകൂടത്തെ അവർ അട്ടിമറിക്കും. പാകിസ്ഥാൻ സൈന്യം വളരെ കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത് അവർ ചുമതലപ്പെടുത്തിയ വാടകക്കാരാണ് ഈ ആക്രമണം നടത്തിയ ആക്രമണകാരികളെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന് മറുപടി കൊടുക്കേണ്ടത് വളരെ കാശ്മീരിലെ മനുഷ്യർ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പാകിസ്ഥാൻ സമ്മതിക്കില്ല എന്ന മട്ടിൽ ശരിക്കും കാശ്മീരിലെ ജനതയ്ക്കാണ് ഇതുകൊണ്ട് ഏറ്റവും വലിയ ആഘാതം ഉണ്ടാകുന്നത്. ടൂറിസം അടക്കം ബാധിക്കപ്പെടും, അവരുടെ ലൈവ്ലിഹുഡ് നശിപ്പിക്കപ്പെടും. അപ്പോൾ കാശ്മീരികൾ സമാധാനത്തോടെ ഇരിക്കുന്നത് പാകിസ്ഥാന് താല്പര്യമില്ല എന്നുള്ളത് വ്യക്തമല്ലേ? കാശ്മീരിൽ സമാധാനം ഉണ്ടാകാനും കാശ്മീരിലെ ജനങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടാനും അതുവഴി അവർ സന്തോഷത്തോടെ ജീവിക്കാനും പാകിസ്ഥാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് തീർച്ചയാണ്, അത് വളരെ വ്യക്തമാണ്. കാശ്മീരിൽ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ്. അത് കാശ്മീരിന്റെ സമ്പദ്ഘടനയ്ക്ക് വളരെയേറെ മെച്ചം വന്നിട്ടുണ്ട്. അത് പാകിസ്ഥാൻ സഹിക്കില്ല. അങ്ങനെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രയാസം കാശ്മീരിലെ ടൂറിസ്റ്റുകളുടെ പ്രവാഹം വന്നാൽ കാശ്മീരിലെ സാധാരണ ജനങ്ങൾ കൂടുതൽ സന്തോഷിക്കും. മറ്റെന്താ ആക്ഷേപങ്ങളുണ്ടെങ്കിലും അവരുടെ ജീവിത നിലവാരം ഉയർന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും തൃപ്തിയതാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ സൈന്യം വളരെ ആലോചിച്ച്, അല്ലാതെ ഈ ഏതെങ്കിലും ഭീകര സംഘടനയെ മാത്രം ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പണ്ട് മുതൽ എനിക്കറിയാം
നമ്മളുടെ വർഷം ഡിഫൻസ് മിനിസ്റ്റർ എന്നുള്ളത് ഈ പാകിസ്ഥാൻ അതിർത്തിയിൽ ധാരാളം ഭീകര ഔട്ട്ഫിറ്റുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിനെ സൈന്യം ഈ ആക്രമണത്തിന് വേണ്ടി നിയോഗിച്ചെന്നാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഇതിന് ചുറ്റ മറുപടി കൊടുക്കണം. ഈ ആക്രമണത്തിന് ചുറ്റ മറുപടി പാകിസ്ഥാൻ കൊടുക്കണം. അത് കൊടുക്കേണ്ടത് രാഷ്ട്രത്തിന്റെ ആവശ്യമാണ്. ഈ ഇത്തവണത്തെ ഈ സംഭവത്തിൽ ഏറ്റവും സന്തോഷം ഈ രാഷ്ട്രം ഒറ്റക്കെട്ടാകുന്നു. രണ്ട് ശബ്ദമില്ല. ഇതിന് തിരിച്ചടി കൊടുക്കണം എന്ന കാര്യത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഇനി ചെയ്യേണ്ടത് രാഷ്ട്രീയ തീരുമാനമെടുത്ത് സൈന്യത്തോട് പറയുക, ഈ രാഷ്ട്രം ഇന്ത്യ ഒറ്റക്കെട്ടായി ഇതിനെ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോൾ തിരിച്ചടിക്കണം, എവിടെ തിരിച്ചടിക്കണം, അത് തീരുമാനിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമല്ല, അത് ഇന്ത്യൻ സൈന്യത്തിന് വിട്ടുകൊടുക്കുക. അവർക്കറിയാം. അവർക്ക് യുക്തമായ സ്ഥലത്ത്, അവർ തീരുമാനിക്കുന്ന സ്ഥലത്ത്, തീരുമാനിക്കുന്ന സമയത്ത് അവർ ചുറ്റ മറുപടി കൊടുക്കും. അതിനുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കുക. രാജ്യം മുഴുവൻ, ഗവൺമെന്റും എല്ലാം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒപ്പം നിൽക്കുക. ഇതാണ് ഒരു പോംവഴി എന്നാണ് എൻ്റെ അഭിപ്രായം.